ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്ക് സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗേസ്. അപ്പോൾ ഗേസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BR റാങ്ക് പുഷിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BR റാങ്ക് പുഷിങ് വീഡിയോ ആയിട്ട് മാത്രമല്ല, നമ്മളൊരു ചലഞ്ചും കൂടെ ചെയ്യാൻ പോവാണ് ഗേസ്. അതെ, ഡബിൾ വെക്ടർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ വെക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ എനിമീനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചലഞ്ച് ഫെയിലാവുന്നതായിരിക്കും. ഓക്കെ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അവന്മാരൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ നമ്മൾ അടിച്ച് കൊല്ലും. നമുക്ക് ഇങ്ങോട്ട് വല്ലതും മാറിയിട്ട് ഡബിൾ വെക്ടർ എത്രയും പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് സർവൈവ് ചെയ്ത് പിടിച്ചൊന്ന് കളിക്കാം. കാര്യം എനിക്കിങ്ങനെ ലോങ് റേഞ്ച് കണ്ണില്ലാതെ, ഇപ്പോൾ ഞാൻ പീണേൻ്റ് വെച്ചിട്ടാണ് മെയിനായിട്ട് കളിക്കുന്നത്, എങ്കിലും ലോങ് റേഞ്ച് കണ്ണില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പിടിച്ചൊന്ന് കളിക്കാം. കാര്യം ഈ ഡബിൾ വെക്ടർ വെച്ച് കളിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എനിമീടെ അടുത്ത് നിന്നിട്ട് അടിക്കാൻ പറ്റുള്ളൂ. എയർ ഡ്രോപ്പ് ഈടൊക്കെ കിടക്കുന്നുണ്ട്, അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. നമുക്ക് അതൊന്നും കൊണ്ട് ഉപകാരമില്ല. ഡബിൾ വെക്ടർ മാത്രമേ നമുക്കിപ്പോൾ ഉപകാരമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സെർച്ച് ചെയ്യാം. ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് ഡബിൾ വെക്ടർ ഒട്ടിക്കാൻ പറ്റുക അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എനിമീനെ വല്ലതും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് നമ്മുടെ കൊന്നിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചലഞ്ചിൽ ഞാൻ ഡബിൾ വെക്ടർ കൊണ്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ഞാൻ വേറെ ഏതെങ്കിലും കണ്ണുകൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചലഞ്ച് ഫെയിലാവുന്നതായിരിക്കും. അതും പറഞ്ഞു. അത് മാത്രമല്ലാതെ ഒരു ചലഞ്ചും കൂടെ ഉണ്ട്. എനിക്ക് ഈ ഒരു മാച്ചിലെങ്ങാനും മൈനസ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഈ ചലഞ്ച് ഒഫീഷ്യലി ഫെയിലാവുന്നതായിരിക്കും. ഓക്കെ, അത്രയ്ക്ക് നല്ല കാര്യമല്ല. മൈനസ് എടുപ്പിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് സർവൈവ് ചെയ്തിട്ടെങ്കിലും കളിക്കാനായിട്ട് നോക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് 1 സെക്കൻഡ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഓടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇൻഫിനിറ്റിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബോട്ടുകൾ കയറി വന്നാൽ മതിയായിരുന്നു. അല്ല, നമ്മൾ ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറിക്കൊണ്ട് ബോട്ടുകൾ കയറി വരാനായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല. ഇത് ഗ്രോസ് AWM ഒക്കെ കിടക്കുന്നു. പക്ഷേ എന്തൊരു ഇതാണെന്ന് നോക്കണേ, നമുക്കൊന്നും എടുക്കാനും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇതിനൊക്കെ ആമോ എടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ആമോ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് എനിമി വരുന്നുണ്ട്. അവൻ ദൂരത്ത് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുക അവൻ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇത്തിരി മാറി നിൽക്കാം. അവൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് അടിക്കാം. എനിക്ക് തോന്നുന്നത് ബോട്ടാണെന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ തന്നെ ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. അത് ബോട്ട് തന്നെയാണ്. ഹെഡ് ഷോട്ട് അടിച്ച് കൊന്നിട്ടുണ്ട്. AYP അങ്ങനെയല്ല പ്ലെയറിൻ്റെ പേര്. എന്തായാലും നമ്മളതിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു കില്ല് കിട്ടി. ഓക്കെ, അതെന്തായാലും ഇതിൽ കില്ലായിട്ട് കൂട്ടത്തില്ല, എങ്കിലും അതൊരു കില്ലാണ് നമുക്ക്. കാരണം നമ്മളൊരു കില്ലായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. ഓക്കെ, നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ട്രെയിനിൽ കയറാം. ഇങ്ങനെ ട്രെയിനിൽ കയറി വന്ന ബോട്ടിലേക്ക് അടിച്ച് കൊല്ലാം. കില്ലാവുണ്ട്. ഓക്കെ, നമ്മൾ കണ്ട പോവുകയാണ്. അപ്പോൾ കേസ് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ താണ്ടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ കയറി ചെല്ലാം. മറ്റേതിൽ കയറിയ പോലെ തന്നെ ഇതിലും അങ്ങോട്ട് കയറി ചെല്ലാം. ആദ്യം തന്നെ നമുക്കിവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് പൊതിയണം. അങ്ങനെയാണെങ്കിൽ എനിമീസൊക്കെ അടിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. എനിക്കൊരു എനിമിയുടെ ശബ്ദം കേൾക്കാം ഗൈസ്. കേൾക്കാമല്ലോ. എന്തോരം നേരം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ആ ട്രെയിനൊക്കെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പിന്നെയും കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഗ്രോസ് ചെയ്തൊക്കെ ഉണ്ട്. എനിക്ക് ആമോ ഇല്ല. ആമോ എടുക്കണം ഗേസ്. ആമോ എടുക്കണം നമുക്ക്. ഞാൻ ആമോ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ആമോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആമോ ആണ് കേട്ടോ എടുക്കാൻ നോക്കുന്നത്. ഗണ്ണ് എടുക്കുന്നില്ല, ഞാൻ ആമോ ആണ് എടുക്കാൻ നോക്കുന്നത്. പക്ഷെ ആമോ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, തനിയെ വന്നു. എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു തനിയെ ആമോ വരുന്നത്. ഇപ്പോൾ വരുന്നത് ബോട്ട് പ്ലെയറാണോ ഗേസ്? ഇപ്പോൾ വന്നിരിക്കുന്നത് ബോട്ട് പ്ലെയർ ആണോടാ? ഗണ്ണ് സ്വിച്ച് ചെയ്യുന്നുണ്ടല്ലോ. ബോട്ടാണോ? സൈഡിൽ കൂടെ വന്ന് എൻ്റെ കൊല്ലാന്ന് കൊച്ചു കള്ളൻ്റെ വിചാരം. ഗണ്ണ് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അത് ബോട്ടല്ല. അത് എന്തായാലും ആ പ്ലെയർ നമ്മൾ കില്ലാക്കി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 2 കില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ആ കില്ല് നോക്കുമ്പോൾ 0 കില്ലെന്നാണ് കാണിക്കുന്നത്. കാര്യം ഈ ഇൻഫിനിറ്റിയുടെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കില്ലെടുക്കുന്ന കൂട്ടത്തില്ല. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇനി ഇതേപോലത്തെ ചലഞ്ച് ചെയ്യുമ്പോൾ ഇതേപോലത്തെ കില്ല് കൂട്ടണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ താണ്ടെ ഇവിടുന്ന് നേരെ പറന്നിറങ്ങി വരുന്നുണ്ട്. ഇവിടെ വല്ല എനിമീസ് ഉണ്ടെങ്കിൽ ഒരു റിയൽ കിൽ, ഗരീനയുടെ ഒരു കില്ല് നമുക്ക് എടുക്കണം. ഗരീന റിയൽ നമുക്ക്. നമ്മൾ താണ്ടെ ഇങ്ങോട്ട് നേരെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ താണ്ടെ അവിടെ എനിമീസിനെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ താണ്ടെ നമുക്ക് ഈ ഒരു ഗ്ലൂ വാളൊക്കെ എടുക്കാം. എന്നെ അടിക്കുന്നു ദൂരത്ത്. അവിടെ ഞാൻ മണ്ടത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലാഗ് ഓടിക്കുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ഈ ഗണ്ണെടുത്ത് പുറത്ത് കളയാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ അടിച്ച്. എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് പതിയൊന്ന് റിപ്പയർ കിറ്റൊക്കെ അടിച്ച് മെഡിക്കിറ്റൊക്കെ ഫുള്ളാക്കാം. ഏതാണ്ട് ഞാൻ വിചാരിച്ചിട്ട് കളി പോയി. നമ്മളത് ഫിനിഷാക്കി. ഓക്കെ,
ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചലഞ്ച് ആയതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഫേവററ്റ് കണ്ണ് നടക്കുക പീണേൻ്റെ. ഇതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഈ കളി ബൂയ ഷുവറാണ്. പീണേൻ്റെ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മളതാണ്ട് ഇതെടുക്കുന്നുണ്ട്. പീണേൻ്റെ ആമോ എടുക്കുന്നുണ്ട്. ആമോ എടുത്തിട്ട് ഏതാണ്ട് ആടാ ഈ സ്പൈഡറൊക്കെ നേരത്തെ ചത്തവൻ വെച്ചിട്ട് പോയതാണ്. ചത്തു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കില്ല് പോകത്തില്ലേ? അതിന് വേറെ ആരെങ്കിലും വെച്ചാണോ അറിയത്തില്ല. അവിടെ ദാണ്ട് ട്രെയിൻ പിന്നെയും വരുന്നുണ്ട്. നമുക്ക് പിന്നെയും നേരെ ട്രെയിനിൻ്റെ അങ്ങോട്ട് പോകാം. നമുക്ക് ഓടിപ്പോകുന്നുണ്ട്. നമ്മൾക്ക് ദാണ്ട് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. നമുക്കിതൊന്നും എടുക്കാനും പറ്റത്തില്ല. എന്തൊരു ദുരവസ്ഥയാണിത്. ട്രെയിനെ വേഗം വാ. എന്താണ് ഈ ട്രെയിനൊന്നും വരാത്തത്? ഇതാണ്ട് അവിടെ ഒരു എനിമി. അവൻ ഫയർ ബോൾ ഇട്ട് അവനിപ്പോൾ ചാവും. അവനെ വേറെ ആരും അടിക്കുന്നു. അവനെ വേറെ ആരും അടിച്ചു കൊന്നു. ഫയർ ബോളാണ് വീണ്ടും. എൻ്റെ പൊന്നോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ ചലഞ്ച് ഒഫീഷ്യലി ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഈ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ. താങ്ക് യു.